ഹലോ ഗായ്സ്, എല്ലാവർക്കും ആലപ്പുഴ കൊല്ലുന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പച്ചമലൈ കാണാനാണ്. പച്ചമലൈ തമിഴ്നാട്ടിലുള്ള പച്ചമലൈ എന്ന സ്ഥലത്താണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊന്നും എനിക്ക് അധികമായിട്ട് അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് കയറിയിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങളെന്ന്. അപ്പോൾ കയറിയാലോ. ഈ കാണുന്നതാണ് പച്ചമലയുടെ എൻട്രൻസ്. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് കയറുകയാണ്. രണ്ട് വഴിയുണ്ട്. ഒന്ന് അപ്പുറം വഴി കയറണമുണ്ട്. നമുക്ക് തിരിച്ചിറങ്ങുമ്പോൾ ആ വഴി കയറാം. ആദ്യം ഈ വഴിക്ക് കയറാം. രണ്ട് ഭാഗത്തായിട്ട് ഗണപതിയൊക്കെ ഇരിപ്പുണ്ട്. മുകളിൽ അമ്പലമാണെന്ന് ഉറപ്പായി. Yeah. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ മനസ്സിലായത് ഇതിൻ്റെ മേളിൽ ഒരു അമ്പലമാണ്. ഇതെല്ലാം കയറാം. ഇതിൻ്റെ മുകളിലായിട്ട് രണ്ട് കോവിലാണ് ഉള്ളത്. ഒന്ന് താഴത്ത് ശിവൻ്റെ കോവിലും മേളിൽ വേറൊരു കോവിലും ഉണ്ട്. അപ്പോൾ ആദ്യം കാണുന്നത് ശിവൻ്റെ കോവിലാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ശിവൻ്റെ കോവിൽ വന്നിരിക്കുന്നു. മലയുടെ മുകളിലോട്ട് പോകുന്നത് ആ വഴിക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് കയറി നോക്കാം എന്താണ് അവസ്ഥ നോക്കാം. തമിഴ് ശൈലിയിലുള്ള ഒരു അമ്പലമുണ്ട് ഈ കാണുന്നത്. അപ്പോൾ മറ്റേ മലയുടെ മുകളിലേക്ക് ഈ വഴിക്കാണ് പോകുന്നത്. നമുക്ക് കയറി നോക്കാം. വലിയ കാട് നിറഞ്ഞ പ്രദേശമൊന്നുമില്ല, പക്ഷെ എങ്കിലും പോകാൻ നല്ല രസമുണ്ട്. പിന്നെ അതിനൊക്കെ തന്നെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് വലിഞ്ഞ് കയറി അതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് പിന്നെ തിരിച്ചിറങ്ങി നടന്നു. ഇവിടെ എന്തോ ബിൽഡിങ്ങൊക്കെ ഇരുന്നു, ഇപ്പോൾ ഒന്നുമില്ല, എല്ലാം പോയി. ഇവിടെ ഈ കാണുന്ന ചെടിയെല്ലാം മുള്ളാണ് കേട്ടോ. കൊണ്ടുകഴിഞ്ഞാൽ നല്ല സുഖമാണ്. ചെറിയൊരു കാട്ടിൽ കൂടെ പോകുന്നൊരു ഫീൽ അതുണ്ട്. എല്ലാം മുൾച്ചെടിയാണ്. കൊണ്ടുകഴിഞ്ഞാൽ അപ്പം കീറും. ആ ഒരവസ്ഥയിലാണ് നൂണ്ടൊക്കെയാണ് പോകുന്നത്. ഇതിപ്പോൾ അങ്ങോട്ട് പോകണോ അതോ ഇങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. അത്ര അടിപൊളിയാണെന്ന് ഞാൻ പറയത്തുമില്ല. കാരണം ചെന്നൈയിലുള്ള ഏത് മല കയറിയാലും ഇതേ കാഴ്ച തന്നെയാണ്. ഈ ചെടി എന്ന് പറഞ്ഞാൽ മുള്ളു ചെടിയാണ്, കുത്തിക്കൊള്ളുന്നേ. ഇതൊരു വേദന. അതൊക്കെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം, അവിടെ എന്തെന്ന് കാണാം. പറഞ്ഞ വഴി മാത്രമേ ഉള്ളൂ പോകാനായിട്ട്, വേറെ വഴിയില്ല. മുള്ളു ചെടിയാണ്, അതാണ് പ്രശ്നം. ഇതിൻ്റെ പൊന്നെ കാണും. ഇപ്പം പോകുന്നത് ഭയങ്കര ദുഷ്കരമായിരുന്നു. കുനിഞ്ഞ് നൂണ്ടൊക്കെയാണ് പോകുന്നത് കേട്ടോ. ഉള്ള മുള്ളെല്ലാം കുത്തിക്കൊണ്ട്. ശരിക്കും ഇതിൻ്റെ പേര് കുത്തിക്കഴപ്പ് തന്നെയാണ്, പക്ഷെ എനിക്ക് ഒരു വെറൈറ്റി വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. മേളിലേക്ക് ഈ മലയുടെ ടോപ്പിൽ കയറാൻ വേണ്ടി വേറെ വഴിയുണ്ട്, പക്ഷെ അങ്ങനെ കയറി കഴിഞ്ഞാൽ നമുക്കൊരു രസം ഉണ്ടാവില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് ഈ ചെറിയ ഗ്യാപ്പിൽ കൂടെ ഒക്കെ കയറി നോക്കിയത്. എനിക്കതിനെ അറിയത്തില്ല കേട്ടോ ഇങ്ങനെ വഴിയുണ്ടെന്ന്.
എല്ലാ മലമുകളിലും കയറി കഴിഞ്ഞാലും ഇതേ കാഴ്ച തന്നെയാണ്. പക്ഷേ ആ മലകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടാവും. അതുകൊണ്ടാണ് ഓരോ മലകളും കയറുന്ന വീഡിയോ ഞാൻ ഇടുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോഴാണ് ചെറിയ സൗണ്ടൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കേണ്ടി ഇടാം. സൗണ്ട് മാത്രമേ ഉള്ളൂ, ആളെ കാണാനില്ല. പിന്നെ ഈ കല്ലിൻ്റെ മുകളിലേക്ക് കയറി ആ കാണുന്നതാണ് ടോപ്പ് കേട്ടോ. ഈ മലയുടെ ടോപ്പാണ് ആ കാണുന്നത്. അപ്പോൾ അവിടേക്കുള്ള പ്രയാണമാണ് ഈ കാണുന്നത്. പിന്നെ കുറച്ച് നടന്ന് അപ്പോൾ ദേ നിൽക്കുന്ന ആൾ. ഈ ആളുടെ സൗണ്ടാണ് അവിടെ മൊത്തം കേട്ടത്. പിന്നെ ആളുടെ വഴിയൊക്കെ ചോദിച്ച് ആൾ പറഞ്ഞ് അവിടെ പോകും, അങ്ങ് തിരിഞ്ഞത് ഇങ്ങ തിരിഞ്ഞെന്നൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെ കയറിപ്പോയി. ഒരു മല കയറുകയാണ് എന്നുള്ളൊരു ഫീലൊന്നും കിട്ടിയിട്ടുണ്ട്. ഒരു നിരപ്പായ സ്ഥലത്തൂടെ പോകുന്നു എന്നുള്ള ഫീലായിരുന്നു. പക്ഷെ തിരിച്ചിറങ്ങിയപ്പോൾ മലയുടെ അവിടെ നിന്ന് ഇറങ്ങിയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലായി. ചില സമയത്ത് വട്ട് പിടിക്കും, ഏത് വഴിക്കാണ് പോകേണ്ടതെന്ന് വൃത്തം കിട്ടില്ല. അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറുന്ന വഴിയുടെ വേറൊരു വഴി എത്തിയിരിക്കുകയാണ്. നമ്മൾ റൈറ്റ് കയറി നേരെ ചെല്ലുന്നത് നമ്മൾ ആദ്യം റോട്ട് വെച്ച് കണ്ടില്ലേ മുകളിലേക്ക് കയറാനുള്ള വഴി, അവിടെ എത്തി. അങ്ങനെ മലയുടെ ടോപ്പിലേക്ക് കയറാനുള്ള വഴി ഇതാണ്. കണ്ട വഴിയാണ് നമ്മൾ ഉടച്ച് റോട്ട് വെച്ച് കണ്ടത്. വേറൊരു വഴിക്ക് തിരിച്ചിറങ്ങാമെന്ന് പറഞ്ഞില്ലേ, അതാണ് ഈ വഴി. അങ്ങനെ നമ്മൾ നടന്നത് അടുത്ത അമ്പലം എത്താറായി. കാണുന്ന അടുത്ത അമ്പലം ഇവിടെ പൗർണമിക്ക് മാത്രമേ പൂജയുള്ളെന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് കാണുന്ന റൈറ്റ് സൈഡിൽ ഒരു നാഗപ്രതിഷ്ഠ ഉണ്ട്. അത് തമിഴ് സ്റ്റൈലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പക്ഷെ കാണാൻ അന്യ സ്റ്റൈലാട്ടോ, രക്ഷയില്ല, നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ മലയുടെ മുകളിലും ആ ക്ഷേത്രത്തിൻ്റെ അടുത്തും എത്താറായി. ചെല്ലുമ്പോൾ തന്നെ കുറേ പ്രതിഷ്ഠകൾ കാണുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയത്തില്ല, കാരണം തമിഴ് എഴുതിക്കൊണ്ടിരിക്കുന്നത് ഒന്നും അറിയത്തില്ല. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പൂജ എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയും പിന്നെ പൗർണമിക്ക് മാത്രമേ ഈ ക്ഷേത്രം തുറക്കാറുള്ളൂ, അല്ലാത്തപ്പോൾ തുറക്കാറില്ലെന്നാണ് പറഞ്ഞത്. ഞാൻ ഇതൊന്നും കാണാനല്ല വന്നത്. ഇവിടെ ഒരു ശിവപ്രതിഷ്ഠയുണ്ട്, അത് ഉള്ളിലായിട്ട് മാറിയിട്ടാണെന്ന് പറഞ്ഞു. പക്ഷേ ഇത് എവിടെയാണെന്ന് അറിയത്തില്ല. ഞാൻ ഇവിടെ കുറേ നോക്കി, ഏത് വഴിക്ക് പോകണമെന്ന് അറിയത്തില്ല. പക്ഷേ അവസാനം ഞാൻ കണ്ടുപിടിച്ചു. അത് കാണേണ്ട കാഴ്ച തന്നെ കേട്ടോ. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞറിയിക്കുന്നില്ല. അവിടെ നിന്ന് വീണ്ടും ഒരു കാട്ടുവഴിയുണ്ട്.
തിരിച്ചിറങ്ങും കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുവാണ്. അതും വേറൊരു വഴി കൂടെയാണ്, അമ്പലത്തിൻ്റെ പുറകിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അമ്പലത്തിന് പുറകുവശം. ഇത് ആ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. മലമുകളിലെ മുഴുവൻ കാഴ്ചകളും, ഏകദേശം എല്ലാ കാഴ്ചകളും എനിക്ക് കാണിക്കാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി തിരിച്ചിറങ്ങി പോകുന്നതിൻ്റെ കാഴ്ചകൾ കാണാം. പോയാലോ? നമ്മൾ കയറി വന്നത് ഈ വഴിക്കായിരുന്നു, കാടിൻ്റെ ഉള്ളിൽ കൂടെ കയറി വന്നത്. ഇത് നമ്മൾ ഇറങ്ങേണ്ട വഴി. അപ്പോൾ നമുക്ക് ഈ വഴിക്ക് ഇറങ്ങിപ്പോവാം. തിരിച്ചിറങ്ങുവാൻ കേട്ടോ. ഈ വഴിക്കാണ് പോകുന്നത്. തിരിച്ചിറങ്ങുന്ന വഴിയാണ് ഈ കാണുന്നത്. ഇവിടുത്തെ വ്യൂ ആണ്. അപ്പോൾ നമ്മൾ താഴത്തെത്താറായി. ആ കാണുന്നതാണ് റോഡ്. എത്തിയിരിക്കുകയാണ്. വേറെ കുറേ ആൾക്കാർ ഈ മല കയറാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നിറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരെ ആലപ്പുഴ മലരുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. വീണ്ടും വരുന്നവരെ സീ യു സൂൺ. ബൈ.